നരേന്ദ്രമോദി നടപ്പാക്കുന്ന ഏത് ഭരണപരിഷ്കാരത്തെയും രൂക്ഷമായ ഭാഷയിലാണ് അന്ധമായി കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും വിമർശിച്ചിരുന്നത്. Old notes of 500 or 1000 rupees can deposit these notes in their bank or post office account from 10th November till close of banking hour on 30th December 2016. ഈ നോട്ട് നിരോധനം പിൻവലിച്ച് ഇഷ്ടം പോലെ പിൻവലിക്കാം എന്നൊക്കെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ശമ്പളം കൊടുക്കാനുള്ള പണം കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവിടുത്തെ അതിൽ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു കേരളത്തിലെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്. നോട്ട് നിരോധനത്തെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ഇദ്ദേഹം മോഡിയെ വിമർശിക്കുകയും പാടില്ല എന്നുള്ള നിലപാടാണ് കേരളം എടുത്തത്. വളരെ ചുരുക്കം സംസ്ഥാനങ്ങളെ എതിർക്കാനുണ്ടായിരുന്നു. മോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് തോമസ് ഐസക് ഉന്നയിച്ചിരിക്കുന്നത്. ദോഷമല്ലാതെ ഒരു ഗുണവും നോട്ട് നിരോധനം മൂലം ഉണ്ടായിട്ടില്ല. നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ടയറടക്കം വെച്ച് കുത്തിപ്പൊട്ടിക്കുന്ന പോലെ ഇത് സാമ്പത്തിക ശാസ്ത്രമൊന്നുമല്ല, ഇത് സാമ്പത്തിക കൂടോത്രമാണ്. ഇത് പരിപാടി. ആരാണ് ഇതൊക്കെ ഉപദേശിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ? ഇതൊക്കെ നാഗ്പൂരിലുള്ള ചില കക്ഷികളുണ്ട്. അത് ഇന്ത്യയിൽ വേറെ നികുതിയൊന്നും വേണ്ട, ട്രാൻസാക്ഷൻ ടാക്സ് മതി എന്നൊക്കെ പറയണ ചില വിദ്വാന്മാരുണ്ട്. ഞാൻ അവരാണ് ഈ സാമ്പത്തിക കൂടോത്രക്കാരെന്ന് വിളിക്കുന്നത്. EI, and it's India's homegrown digital wallet with over 260 million users and 8 billion transactions per month. And foreigners can join India. മോഡിയുടെ ഹിമാലയം മണ്ടത്തരമെന്ന് അതിനെ വിലയിരുത്തുകയും ചെയ്തു. എന്നാൽ ഡിജിറ്റൽ പേയ്മെന്റ് ഇന്ത്യയിൽ സാധ്യമല്ല എന്നും ഇദ്ദേഹം വിമർശനത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് 2023 അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഭാരതം ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇനി തോമസ് ഐസക് അന്ന് വിമർശനം ഉന്നയിച്ച കാര്യങ്ങൾ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ മീൻ കച്ചവടക്കാരൻ ഈ ക്രെഡിറ്റ് കാർഡ് മേടിച്ച് മീൻ കൊടുക്കും, നമ്മുടെ ആക്രിക്കാർ ചെയ്യും, പച്ചക്കറിക്കാർ ചെയ്യും. ഇതൊക്കെ ഒരു is run by a non-profit. India's Prime Minister has boasted that India leads the world in real-time digital payments by clocking almost 40% of all such transactions. Now, for most people, Unified Payments Interface, or UPI as it's called, makes daily life easier and banking more accessible. For the government, it's extended the reach of programs and of tax collection, and it acts as a sort of glue with India on the rise. സാമ്പത്തിക കൂടോത്രം പരിപാടി. കോൺഗ്രസ് നേതാക്കളും ഡിജിറ്റൽ പേയ്മെൻറ്റിനെ കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം തന്നെ ഇതിനു തെളിവാണ്. നോട്ട് നിരോധനത്തെക്കുറിച്ച് അന്ന് തോമസ് ഐസക് പറഞ്ഞത് മോഡിയുടെ സാമ്പത്തിക കൂടോത്രമാണ് നോട്ട് നിരോധനമെന്നാണ്. എന്നാൽ ഇന്ന് വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫലം തോമസ് ഐസക് തന്നെ അനുഭവിച്ചു തുടങ്ങി. തിരിച്ചടിയിൽ നിന്ന് ഇതുവരെ കയറിയിട്ടുണ്ട്. വ്യാപാരികളോടൊക്കെ ചോദിച്ചാൽ പറയാം, വെച്ചാൽ ഒരു ആത്മവിശ്വാസമുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് നശിപ്പിക്കപ്പെട്ടു ആണ് ഏറ്റവും വലുത്. ഇതേ ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ പോണു എന്ന് കാലാവസ്ഥ ഇപ്പോൾ നടത്തുമ്പോൾ ഈ വെറുതെ അനാവശ്യമായിട്ട് ആളുകളെയൊക്കെ ഭയപ്പെടുത്തുകയാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട്. നോട്ട് നിരോധിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ മോഡിയുടെ വിവരക്കേടാണ് നോട്ട് നിരോധനം എന്നാണ് തോമസ് ഐസക് അഭിപ്രായം പ്രകടിപ്പിച്ചത്. വാചകമടിയിൽ അഭിനന്ദിച്ചു കഴിയുന്ന മോഡി രാജ്യത്തെ എടുത്ത് അമ്മാനമാടുകയാണെന്നാണ് അന്ന് തോമസ് ഐസക് അഭിപ്രായം പ്രകടിപ്പിച്ചത്. 85% ക്രയശേഷിയും ഒരു ദിവസം ഊറ്റിയങ്ങെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പൊളിയും തകരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറിച്ചൊന്നും സംഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് സാമ്പത്തിക ശാസ്ത്രം. ഇന്ന് 2023 ഡിസംബറിൽ എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഭാരതം നിലകൊള്ളുന്നു.
അന്ന് മോഡിയെ പരിഹസിച്ച തോമസ് ഐസക്ക് ഇന്ന് പരിഹാസപാത്രമായി. ഇന്ന് ജനങ്ങളുടെ മുൻപിൽ തോമസ് ഐസക്ക് സ്വയം ഇളിഭ്യനായി നിൽക്കുകയാണ്. അന്ന് തോമസ് ഐസക്ക് പറഞ്ഞത് മത്സ്യക്കച്ചവടം നടത്തുന്നവർക്കും പഴം പച്ചക്കറി വിൽക്കുന്നവർക്കും ആക്രിക്കട നടത്തുന്നവർക്കും ഡിജിറ്റൽ பேமெண்ட் சாத்தியமல்ல എന്നാണ്. அந்த காட்சிகளை நம்மளுடைய ஒளிப்பதிவாளர்களுக்கு காட்சிப்படுத்தி கொண்டிருக்கிறார். எந்த அளவுக்கு அந்த டிரான்சாக்ஷன் நடக்கிறது அப்படின்றத நீங்க பார்க்கலாம். நேரடியாக அவர்கிட்ட பேசலாம். சார், இந்த மாதிரியான டிரான்சாக்ஷன் எப்போ நடக்குது? എന്നാൽ ഡിജിറ്റൽ പേയ്മെന്റ് എല്ലാ മേഖലകളിലും മോഡി സാധ്യമാക്കി കൊടുത്തു. ഇന്ന് സൈക്കിളിന്റെ പിന്നിൽ ചായ കൊണ്ടു നടന്ന് വിൽക്കുന്നവർക്ക് വരെ ഡിജിറ്റൽ പേയ്മെന്റ് സാധ്യമാണ്. മുൻ ധനകാര്യമന്ത്രിയായിരുന്ന പി ചിദംബരം മോഡിയെ വിമർശിച്ചത് ദരിദ്രമായ ഇന്ത്യയിൽ ഡിജിറ്റൽ പേയ്മെന്റ് സാധ്യമല്ല എന്നാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെന്റ് സാധ്യമാക്കിയ മോഡിയുടെ മറുപടി മാത്രം മതി ചിദംബരത്തിന്റെ വായടയുന്നതിന്. സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന്റെ ടയർ കുത്തിപ്പൊട്ടിക്കുന്ന അവസ്ഥയാണ് മോഡി ഉണ്ടാക്കിയതെന്നാണ് അന്ന് തോമസ് ഐസക്ക് പറഞ്ഞത്. ഇപ്പോൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാർ ഏതായിരുന്നു എന്ന് തോമസ് ഐസക്ക് തന്നെ വ്യക്തമാക്കണം. കാരണം കേരളത്തിലെ സാമ്പത്തികാവസ്ഥ ഇന്ന് കാറിന്റെ ടയർ പൊട്ടിയ അവസ്ഥയിൽ തന്നെയാണ്. ഇതാണ് അന്ന് തോമസ് ഐസക്ക് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുന്നതിന് വർഷങ്ങൾ പിന്നിടേണ്ടി വന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. എന്നാൽ തോമസ് ഐസക്കിൻ്റെ യോഗ്യത എന്താണെന്ന് നമ്മൾക്ക് ആർക്കും അറിയില്ല. അജ്ഞാതമായ ഏതോ ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിന് ഒരു ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രതിസന്ധി അവസാനിക്കുകയല്ല, കൂടുതൽ രൂക്ഷമായിട്ട് ചെയ്യാം. ഇദ്ദേഹത്തിൻ്റെ തള്ളിമറിക്കൽ കണ്ടാൽ ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അല്പജ്ഞാനിക്ക് ഏതോ വിഷയത്തിൽ ഡോക്ടറേറ്റ് കിട്ടിയാൽ ഇതും ഇതിൻ്റെ അപ്പുറവും കേരളത്തിലെ ജനങ്ങൾ സഹിക്കേണ്ടി വരും. സാമ്പത്തിക വിദഗ്ധനാണെന്ന് ജനങ്ങളുടെ മുന്നിൽ തള്ളിമറിക്കുകയല്ലാതെ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വൈദഗ്ധ്യം ഏത് മേഖലയിലാണ് ഇദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട പലരും അജ്ഞാത വിഷയങ്ങളിൽ കൃത്രിമമായി ഡോക്ടറേറ്റും സംഘടിപ്പിച്ച് യൂണിവേഴ്സിറ്റികളിലും മന്ത്രിസ്ഥാനങ്ങളിലും കയറി ഇരുന്ന് വിലസുന്നു. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ആർഷോയും വരും ഒരു ഡോക്ടറേറ്റുമായി. തള്ളിമറിക്കുന്ന കാര്യത്തിൽ ഇവർ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. അതിൽ തോമസ് ഐസക്കും ഒട്ടും മോശമല്ല. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായ പ്രകടനമാണ് അന്ന് തോമസ് ഐസക്ക് പറഞ്ഞത്. ഏതു സാമ്പത്തിക ശാസ്ത്രജ്ഞനോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് മോഡി നോട്ട് നിരോധനം നടപ്പാക്കിയതെന്നാണ്. ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാവരും രാജ്യത്തിലെ സമ്പൽ വ്യവസ്ഥയെ ചൂഷണം ചെയ്തും കൊള്ള നടത്തിയും ഇത്രയും കാലം കഴിഞ്ഞതിനെതിരെ മോഡി കൊണ്ടുവന്ന നടപടി ഇവർ ശക്തമായി എതിർക്കുകയും അത് തോൽപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് ഭാരതം നശിച്ചു തീർന്നേനെ. ഈ ക്രെഡിറ്റ് കാർഡ് മേടിച്ച് മീൻ കൊടുക്കും, നമ്മുടെ ആക്രിക്കാർ ചെയ്യും, പച്ചക്കറിക്കാർ ചെയ്യും. ഇതൊക്കെ ഒരു ബാങ്കിംഗ് സർവീസ് 24/7 എന്തുകൊണ്ടോ മോഡിയുടെ ഒരു അപൂർവമായ കഴിവുകൊണ്ട് തന്നെ ആ നോട്ട് നിരോധനവും ഡിജിറ്റൽ പേയ്മെൻറ്റും അതിൻ്റെ ഉന്നതിയിലെത്തി നിൽക്കുമ്പോൾ ഇതിൽ കള്ളന്മാരായി പിടിക്കപ്പെട്ടത് ഈ രാഹുൽ ഗാന്ധിയും തോമസ് ഐസക്കും തന്നെയാണ്. बेनिफिट ट्रांसफर गवर्नेंस का हिस्सा बन चुका है. भारत का यूपीआई हो या फिर दूसरे डिजिटल प्लेटफॉर्म्स, ये देश में बहुत बड़ा सोशल ट्रांसफॉर्मेशन लाए हैं. രൂപത്തിൽ എഴുതുന്നതിനും പകരം ചോദ്യങ്ങൾക്ക് ഉത്തരവാക്കി. അത് വായനയ്ക്ക് വളരെ എളുപ്പമാണ്. നിങ്ങളിത് മുഴുവൻ വായിക്കണ്ട, ഇഷ്ടമുള്ള ചോദ്യത്തിനുള്ള മറുപടി നോക്കിയാൽ മതി. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഈ തള്ളിമറിക്കൽ വീരൻ അന്ന് എഴുതിയ ബുക്കാണ്
കള്ളപ്പണവേട്ട മിഥ്യയോ യാഥാർത്ഥ്യമോ എന്നത് ആ ബുക്ക് അന്ന് പ്രകാശനം ചെയ്തത് MT വാസുദേവൻ നായരും അതിന് അവതാരിക എഴുതിയത് കോടിയേരി ബാലകൃഷ്ണനുമാണ്. 10 അക്കമുള്ള ഒരു സംഖ്യ കണ്ടാൽ എത്രയാണെന്ന് വിലയിരുത്തുവാൻ കഴിയാത്ത ആളാണ് നോട്ടു നിരോധനത്തെ തുടർന്നുണ്ടായ സാമ്പത്തികാവസ്ഥയെ വിലയിരുത്തിയിട്ടുള്ള ബുക്കിന് അവതാരിക എഴുതിയിട്ടുള്ളത്. കൊണ്ട് പിടിക്കാൻ പറ്റുമോ? പിടിക്കാൻ പറ്റില്ല. പക്ഷെ അതുണ്ടാക്കാനുള്ള പ്രത്യാഘാതം എന്ത്? രാജ്യത്ത് കേരളത്തിൽ അതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധന്മാരും മറ്റും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇനി നമുക്ക് ഈ എടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേഷൻ വഴി വിളിപ്പിച്ചാലോ, അതിപ്പോഴും ചെയ്യാലോ. നിങ്ങളെ വിരളിൽ മഷി മുക്കിയാലും നേരത്തെ എന്താ ചെയ്തുകൊണ്ടിരുന്നു പറയുന്നത്? ഒത്തിരി പേര് ഒരാൾ മേടിക്കുന്നു, പിന്നെ തന്നെ അയാൾക്ക് പൈസ കൊടുത്തു. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനും ഒരു ഡോക്ടറേറ്റ് നൽകാമായിരുന്നു, മരണാനന്തര ബഹുമതിയായി. കൂടാതെ കള്ളപ്പണവേട്ട മിഥ്യയോ യാഥാർത്ഥ്യമോ എന്ന ബുക്ക് ഇനി സ്കൂളുകളിൽ പാഠ്യവിഷയമായി. എത്ര ഭാവനാവിലാസമുണ്ടെങ്കിലും ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും അത് കള്ളപ്പണമായിട്ട്. ഈ ബുക്കിൽ താൻ പരാമർശിച്ചിട്ടുള്ളത് കുറേ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണെന്നും അതുകൊണ്ട് ഈ ബുക്ക് മുഴുവനും ആരും വായിക്കേണ്ട എന്ന് ആ ബുക്കിൽ അന്ന് കുറിച്ചിട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ആവർത്തിച്ച് വായിച്ച് നിർവൃതി കൊള്ളുകയാണ് ഈ കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക വിദഗ്ധൻ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം ഹിമാലയം മണ്ടത്തരമായിരുന്നു എന്ന് അഭിപ്രായം പറഞ്ഞ അഭിമുഖമാണ് ഇത്. മോഡിയെ വിമർശിക്കുന്നതിന് വേണ്ടി അന്ധമായ കുറേ ആദർശങ്ങളുമായി ഇവർ മുന്നിട്ടിറങ്ങുന്നു. ഇവരുടെ കള്ളത്തരം പിടിക്കാതിരിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തോമസ് ഐസക്ക് അന്ന് മുന്നോട്ട് വന്നത്. ഇന്ന് ഇദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയും കാണുന്നില്ല. അദ്ദേഹം ഏത് മാളത്തിലാണ് പോയി ഒളിച്ചിരിക്കുന്നതെന്നും ജനങ്ങൾ അറിയുന്നില്ല. അന്നത്തെ കാര്യം ജനങ്ങൾ മറന്നതുകൊണ്ട് ഇന്ന് തലയിൽ തുണിയിടാതെ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാം. അന്ന് ഓരോ വാർത്താ സമ്മേളനത്തിലും അഭിമുഖങ്ങളിലും ഇദ്ദേഹം കെട്ടിച്ചമച്ചിരുന്ന കഥകൾ നിസ്സാരമായിരുന്നില്ല. ഒരാളെ തേജോവധം ചെയ്ത് നടന്നിരുന്ന ആ കാലം ഇദ്ദേഹം മറന്നിട്ടുണ്ടാവും. എന്നാൽ ജനങ്ങൾ എല്ലാവരും ഈ കഥകളൊന്നും മറന്നിട്ടില്ല. ഇവർ എഴുതിവിടുന്ന ഓരോ ബുക്കുകളിലും ഇതുപോലുള്ള ആനമണ്ടത്തരങ്ങളാണെന്ന കാര്യവും ജനങ്ങൾ ഇടയ്ക്ക് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന രീതിയിലാണ് എല്ലാ കാര്യത്തിലും ഈ മണ്ടൻ ഇരുന്ന് വിമർശനങ്ങൾ നടത്തുന്നത്. സ്വയം ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. തനിക്ക് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള കഴിവ് എത്രത്തോളമെന്ന് സ്വയം വിലയിരുത്തി അതിന് ഒരു പോംവഴി ആദ്യം കണ്ടെത്തുക. അതിനുശേഷം ഇന്ത്യയുടെ സമ്പൽവ്യവസ്ഥ നടപ്പാക്കുന്ന നരേന്ദ്രമോദിയെയും നീതി ആയോഗിനെയും അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിനെയും വിമർശിച്ച് സ്വയം നാറുകയാണ് ഈ അന്തം കമ്മിയായ സാമ്പത്തിക വിദഗ്ധൻ. കള്ളപ്പണവേട്ട മിഥ്യയോ യാഥാർത്ഥ്യമോ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ മുഴുവൻ നരേന്ദ്രമോദിയെ പരിഹാസ്യനാക്കിക്കൊണ്ടുള്ള കാർട്ടൂണുകളായിരുന്നു. ഇനി ആ കാർട്ടൂണുകൾ മാറ്റി സ്വയം പരിഹാസ്യനായ കാർട്ടൂണുകൾ ആരെക്കൊണ്ടെങ്കിലും വരപ്പിക്കുന്നത് നന്നായിരിക്കും. മാത്രമാണ് എൻ്റെ ചുറ്റുമുള്ളതെന്ന് എനിക്കറിയാം. നമുക്ക് പദയാത്രയിലേക്ക് കേരള ഗവൺമെന്റിന്റെ സ്വന്തം KSRTCയിൽ പോലും ഇന്ന് ഡിജിറ്റൽ പേയ്മെന്റ് തോമസ് ഐസക്ക് അസാധ്യമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദി സാധ്യമാക്കി കൊടുത്തു. UPI ടിക്കറ്റ് പേയ്മെന്റ് UPI ടിക്കറ്റ് കയറി വന്നത്. അപ്പോൾ ഇപ്പം ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ബസ്സിലൂടെ ആകുമ്പോൾ ഇച്ചിരി നല്ലതായിരിക്കും. കൂടുതലും ബസ്സിലൊക്കെ 10-12 രൂപയൊക്കെയാണ്. അപ്പം നമ്മൾ ചില്ലറ. അന്ന് മോഡിക്കെതിരെ അർശനങ്ങൾ നടത്തി. ഇന്ന് അദ്ദേഹം ഒരു ആത്മപരിശോധനയാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരോ ഗുജറാത്തിലോ ഹൈദരാബാദിലോ നിക്ഷേപം നടത്തിയാലും മലയാളി അവിടെ പോയി പണിയെടുത്ത് കൊടുത്തോളൂ. അതായത് ഇവിടെ വന്ന് വെക്കണമെന്നല്ല ആവശ്യമുള്ളൂ. ഇവിടെ ഭൂമി കിട്ടാനില്ല, വൈദ്യുതി ഇല്ല, റോഡില്ല. അതുകൊണ്ട് ഈ പുതിയ വ്യവസായങ്ങൾ കേരളത്തിലില്ല. കോർപ്പറേറ്റ് നിക്ഷേപം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും താഴ്ന്നത് വടക്കിഴക്കൻ സംസ്ഥാനം ഒഴിച്ചാൽ താഴ്ന്നത് ഈ കേരളത്തിൽ. കള്ളപ്പണവേട്ട മിഥ്യയോ യാഥാർത്ഥ്യമോ എന്ന ആ ബുക്കിൻ്റെ താളുകൾ
കുട്ടികളുടെ അപ്പി തുടക്കാൻ ഉപയോഗിച്ചാൽ ആ കുട്ടികൾക്ക് വരെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. കേരളത്തിൽ വിമാനത്താവളം എടുക്കാൻ വന്നപ്പോൾ ആരാ എതിർത്തത്? ശശി തരൂര് അവർക്ക് അനുകൂലമായിട്ട് നിന്ന് കാണും. CPM എത്ര നിശ്ചിതമായ ചെറുത്തുനിൽപ്പ് നടത്തിയത്? അതുകൊണ്ട് അദാനിക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കലൊന്നുമല്ല. പക്ഷെ ഒരു സർക്കാർ കേരളത്തിൽ വന്ന് അവർ വന്ന് കരാറുണ്ടാക്കി. ആ കരാർ അടുത്ത സർക്കാർ ഏകപക്ഷ